ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിതാ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞു, കുറച്ച് ഉണ്ണിയുടെ അടുത്തിരുന്നു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ നമുക്ക് നല്ല നൈസ് പത്തിരിയും ബീഫും പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു. കടലക്കറി മെയിനായിട്ട് നമുക്ക് പറമ്പിൽ പണി നടക്കുന്നുണ്ട്, അപ്പോൾ ചേച്ചിമാർക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ കുറച്ച് ഞാനത് എടുത്തു. പത്തിരിയും ബീഫും പോലെ നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ പത്തിരിയും കടലക്കറി. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഒരു മൈസൂർ പാക്ക് കഴിച്ചു. അത് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു ലേസ് കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് അച്ചങ്ങനെ പുറത്ത് പോകണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് വേഗം റെഡിയായി. അങ്ങനെ റെഡി ചെയ്താൽ നമ്മൾ പുറത്ത് പോകാണ്. വന്ന് അച്ചങ്ങ ഉണ്ണിക്ക് വണ്ടിയിൽ പോകുമ്പോൾ അധികം വാശിയും കാര്യങ്ങളൊന്നും കാണാനില്ല. മൂപ്പര് ഇന്ന് കുറച്ച് നല്ല മൂടാണ് തോന്നുന്നു. കുറച്ചൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ നോക്കി ഒന്ന് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഉണ്ണിക്ക് അച്ഛൻ നല്ല പനി ഉണ്ടായിരുന്നു. ഇന്നലെ ഒന്നും ഒട്ടും ഉറങ്ങിയിട്ടില്ല. നല്ല ചുമയും ജലദോഷം കാര്യങ്ങളൊക്കെ ഇട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ തൃശ്ശൂർക്ക് പോകുന്നത്. അങ്ങനെ നമ്മളവിടെ എത്തി ഉണ്ണിൻ്റെയൊക്കെ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞ് പിന്നെ എപ്പോൾ ഹോസ്പിറ്റലിൽ പോയാലും ഇവിടെ മേടിച്ചായ മസ്റ്റാണ്. എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സമൂസ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. സാധാരണ ഉള്ളി സമൂസ കാര്യങ്ങളൊക്കെ ആണല്ലോ, ഇവരിലെ ഫില്ലിങ്സ് വരുന്നത് നമ്മുടെ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെയാണ്. എനിക്ക് സ്വതവേ സമൂസ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഇവിടുത്തെ സമൂസ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയാണ്. അത്ര വലുതൊന്നുമല്ല, ഒരു ചെറുതാണ്, പക്ഷെ നമുക്ക് നല്ല വെറുത്തുവാണത്. പിന്നെ നമുക്ക് അച്ഛൻ തൃശ്ശൂരിൽ നിന്ന് നേരെ നമ്മൾ ഷോപ്പിങ്ങിനാണ് പോയത്. നമുക്കൊരു പരിപാടി വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിതാ ഷോപ്പിൽ എത്തുമ്പോഴേക്കും ഭയങ്കര ഉറക്കമായി ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മൂപ്പത്തി ഉണർന്ന് കുറച്ച് ആക്റ്റീവ് ആയിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മൂപ്പത്തി കാണേണ്ടതൊക്കെ എല്ലാം നോക്കുമായിരുന്നു. അവൾക്ക് ആവശ്യമുള്ളത് അവൾ തന്നെ തിരഞ്ഞെടുക്കും. നല്ല ഉച്ചയായിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കും നമ്മൾ കല്യാണ ബിരിയാണി ഷോപ്പ് കണ്ടു. പണ്ട് ഇവിടെ പോയിട്ടുണ്ട്. എനിക്ക് 150 രൂപയ്ക്ക് ഒരു ഫുൾ ബിരിയാണി നമുക്ക് വെറുത്താണ്. പിന്നെ കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ പാഴ്സലായി വന്നു. പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് ബിരിയാണിയൊക്കെ കഴിക്കണം. ഞാൻ പറഞ്ഞല്ലോ കുഴപ്പമില്ല, ബിരിയാണി ഓക്കെയാണ്. പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം റൂമിൽ പോയിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നാൽ കുറച്ച് നേരം ഇതാ നമ്മൾ ബുക്കൊക്കെ വായിച്ചു. എനിക്കച്ചങ്ങ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഇരുന്ന് വായിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബുക്കൊക്കെ ഇരുന്ന് വായിച്ചു. പിന്നെ അപ്പോഴേക്കും വിശന്നപ്പോൾ നമ്മളൊരു ക്രീം ബണ്ണൊക്കെ എടുത്ത് കഴിച്ച്. പിന്നെ അപ്പോഴേക്കും ചായ സമയമായി. അച്ചങ്ങ ചായക്ക് കള്ളപ്പായിരുന്നു. പിന്നെ ചായക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് നിറനീണ്ട് കഴിക്കാൻ തോന്നുന്നത്. അപ്പം പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, വേഗത നമ്മൾ ഇന്ന് കുന്നംകുളത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇന്നിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലാസ് തുറന്നിട്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ കുറച്ച് നേരം അവളൊക്കെ എടുത്തിരുന്ന് അവളിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ എത്തി. ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുന്നംകുളത്ത്. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ പോയി. അങ്ങനെ നമ്മൾ 3 നിറനീണ്ടിയും നോർമൽ നിറനീണ്ടിയും 3 പിന്നെ ഒരു വാനിലയാണ് പറഞ്ഞ്. നമ്മൾ പിന്നെ അതൊക്കെ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കടകളിൽ പോയി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് വരണം. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇന്ന് രാത്രിയും ഒന്നൊക്കെ ആയിട്ട് എപ്പോഴും പുറത്താണ് ഓരോ കാര്യങ്ങൾക്ക് കൊണ്ട് വന്നിട്ട്. രാത്രി യാത്ര ചെയ്യുമ്പോൾ അത് ഭയങ്കര രസമാണ്. എത്ര ചെറിയ സ്ഥലമാണെങ്കിൽ പോലും രാവിലത്തെ പോലെയല്ല, അത്ര പൊല്യൂഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമാണ്. അതൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലേക്ക് വന്നു. ഇന്ന് നമുക്ക് ഡിന്നറിന് ചപ്പാത്തിയും ചിക്കൻ ആയിരുന്നു. നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്.